റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ടെർമിനലിൽ നിന്നുള്ള ട്രിഗറിങ്ങിന്റെ വേരിയേഷൻ അനുസരിച്ച് ഈ പറയുന്നത് പോലെ എന്ത് സംഭവിക്കും? ലാച്ചിങ് കറണ്ടിന് വരുന്ന ഗേറ്റ് ടെർമിനലിൽ നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ ലാച്ചിങ് കറണ്ടിന്റെ മുകളിൽ ഒരു കറണ്ട് ഫ്ലോ ആ ഡിവൈസിലൂടെ ഉണ്ടെങ്കിൽ ആ ഡിവൈസ് നമ്മൾ ഒരിക്കലും ഓഫ് കണ്ടീഷനിലേക്ക് വരത്തില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഡിവൈസ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് മിനിമം ആനോഡ് ടു കാഥോഡിൽ വേണ്ട കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിവൈസ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസിനെ ഓഫ് ആക്കാനായിട്ട് നമ്മൾ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഗേറ്റിലേക്ക് നമ്മൾ എന്തെങ്കിലും ടൈപ്പിലുള്ള ട്രിഗറിങ് കൊടുക്കുകയല്ലേ. ആ ട്രിഗറിങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഓഫ് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ ലാച്ചിങ് കറണ്ടിൽ കൂടുതൽ ഒരു കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഗേറ്റ് നമ്മൾ റിമൂവ് ചെയ്താലും ഗേറ്റിൽ സപ്ലൈ ഉണ്ടെങ്കിലും സപ്ലൈ ഇല്ലെങ്കിലും ടെമ്പറേച്ചർ കൊടുത്താലും ലൈറ്റ് കൊടുത്താലും ഒന്നും ഈ ഡിവൈസിന് പിന്നെ കുഴപ്പമില്ല. അത് എന്ത് കണ്ടീഷനിൽ തന്നെ ഇരിക്കും? ഓൺ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആനോഡ് ടു കാഥോഡ് കറണ്ടിന്റെ ആ വാല്യൂ ഒരു പർട്ടിക്കുലർ ലെവലിന് താഴെ പോന്നു കഴിഞ്ഞാൽ ആ ഡിവൈസിനെ നമുക്ക് ഓഫ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ആ എമൗണ്ട് ഓഫ് കറണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതാണ് കൂടുതലെന്ന് ചോദിക്കാറുണ്ട്. ഏതായിരിക്കും കൂടിയ വാല്യൂ? ലാച്ചിങ് കറണ്ട് ആണ് കൂടിയ വാല്യൂ. ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം ലാച്ചിങ് കറണ്ട് ആണ് കൂടിയ വാല്യൂ, ഹോൾഡിംഗ് കറണ്ട് അതിനേക്കാളും കുറവായിരിക്കും. ലാച്ചിങ് കറണ്ടിനേക്കാളും താഴെ ഒരു കറണ്ടിലാണ് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഡിവൈസ് ഓൺ ആയി ഇരിക്കാൻ വേണ്ട മിനിമം കറണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് താഴെ പോന്നു കഴിഞ്ഞാൽ ഡിവൈസ് എന്തായി പോകും? ഓഫ് ആയി പോകും. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൺ സ്റ്റേറ്റ് ആണ്. ജംഗ്ഷൻ J2 ന് നമ്മൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ കൊടുക്കുന്നു. പിന്നെ പറയുന്ന ഈ രണ്ട് കറണ്ടുകൾ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഗേറ്റിൽ നിന്ന് നമ്മൾ ഓൺ ആക്കാൻ കൊടുത്ത സപ്ലൈ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഡിവൈസ് ഓൺ കണ്ടീഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? അതിലൂടെ ആനോഡ് ടു കാഥോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും മുകളിലാകുന്ന ഇടം വരെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതിക്കുക, സബ് ഹെഡിങ് ആയിട്ട് എഴുതുക. ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. When anode to cathode voltage is increased with anode positive with respect to cathode, and gate circuit open under this condition reverse biased junction J2 will have an avalanche breakdown at a voltage called forward breakover voltage. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്തെന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജംഗ്ഷൻ J2 ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. റെപ്രസെന്റഡ് ബൈ VBO, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക. ആഫ്റ്റർ ദിസ് ബ്രേക്ക് ഡൗൺ thyristor gets turned on with point M. ഫിഗറിനകത്ത് ഉള്ള പോയിന്റ് M ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. with point M at once shifting to point N.
and the line NK represents forward conduction mode. NK represents forward conduction mode. And the point at a note the holding current and the thyristor can be turned off. Thyristor can be turned off or return to forward blocking state. Thyristor can be turned off or return to forward blocking state only if the forward current falls below a low level called the holding current. Falls below a low level called the holding current. Okay. Then next point at note here, latching current. ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആയില്ലല്ലോ? എന്ത് പറ്റി? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ വായിക്കാമോ? ഹോൾഡിംഗ് കറന്റ്. ഓക്കെ വായിക്കാം. ഹോൾഡിംഗ് കറന്റ് ആണ് കേട്ടോ വായിക്കുന്നത്. Thyristor can be turned off or return to forward blocking state only if the forward current falls below a low level called the holding current. അപ്പം ഓൺ കണ്ടീഷനിൽ ഇരിക്കുന്ന തൈറസിനെ ഓഫ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്കിംഗ് കണ്ടീഷനിലേക്കോ റിവേഴ്സ് ബ്ലോക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും സെയിം തന്നെ ഫോർവേഡ് ബ്ലോക്കിംഗ് കണ്ടീഷൻ ആണ് നമ്മൾ പറയാം. കാരണം എന്താണ്, ആനോട്ട് കാഥോഡ് നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്ത് വെച്ചിരിക്കുവാണെങ്കിൽ അതിനെ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫോർവേഡ് കറണ്ട് ഒരു പർട്ടിക്കുലർ ലെവലിലേക്കാണ് താഴെ വരണം. ആ ലെവലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക ലാച്ചിങ് കറണ്ട്. It is the smallest amount of anode current required for on condition of a thyristor. On condition of a thyristor. നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാച്ചിങ് കറണ്ട് ഏത് പ്രോസസ്സുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? ലാച്ചിങ് കറണ്ട് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ എഴുതുക. അത് ഏത് പ്രോസസ്സുമായിട്ട് കണക്റ്റഡ് ആണ്? ടേൺ ഓൺ പ്രോസസ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലാച്ചിങ് കറണ്ട് ടേൺ ഓൺ പ്രോസസ്. അപ്പൊ ഹോൾഡിംഗ് കറണ്ട് ഏത് പ്രോസസ്സുമായിട്ടാണ്? ടേൺ ഓഫ് പ്രോസസ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ ചോദിക്കില്ല, ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ഡെഫിനിഷൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് ഓർത്തിരിക്കുക, എന്താണ് ലാച്ചിങ് കറണ്ട്, എന്താണ് ഹോൾഡിംഗ് കറണ്ട്. ഇതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ചിലപ്പോൾ ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടേൺ ഓൺ പ്രോസസ്സുമായിട്ട് വളരെ റെയർ ആയിട്ടാണ് ഡെഫിനിഷൻ ഡയറക്റ്റ് വെച്ചിരിക്കുക. കൂടുതലും ചോദിക്കുക ഇതിനകത്ത് ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്, അതായത് ലാച്ചിങ് കറണ്ട് ആണോ ഹോൾഡിംഗ് കറണ്ട് ആണോ വലുത് ചെറുത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ലാച്ചിങ് കറണ്ട് ടേൺ ഓൺ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഹോൾഡിംഗ് കറണ്ട് ടേൺ ഓഫ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊരു റീജിയൻ ഓഫ് ഓപ്പറേഷനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. സബ് ഹെഡിങ് ആയിട്ട് എഴുതുക റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഓർത്തിരിക്കാം, അതായത് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഒന്നും സാധാരണ കണ്ടിട്ടില്ല, എങ്കിൽ നമുക്കൊന്ന് നോക്കി പോകാം റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ആനോഡ് എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം, കാഥോഡ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് എഴുതുക വെൻ കാഥോഡ് ഈസ് മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആനോഡ്. കാഥോഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആനോഡ്. അപ്പൊ എന്ത് സംഭവിക്കും? താഴെ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്താൽ മതി. J1 and J3 are reverse bias
and J2 forward bias. Junctions J1 and J3 reverse bias and J2 forward bias. Okay. അപ്പൊ ഈ കണ്ടീഷനിൽ തൈറോസ്ട്രോ ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യോ ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യോ? ബ്ലോക്കിംഗ് മോഡ് ആയതുകൊണ്ട് എങ്ങനെ തന്നെ ആക്ട് ചെയ്യുള്ളൂ? ഒരു ഓഫ് സ്വിച്ച് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് അത് എഴുതാം ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് ഓഫ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഓഫ് ആയിട്ടിരിക്കുന്ന സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻ ദിസ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് തൈറോസ്റ്റർ ഈസ് ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ഇനി റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിന്റെ വേറൊരു പേരാണ് ഓഫ് സ്റ്റേറ്റ് എന്ന്. ഓഫ് സ്റ്റേറ്റ് ഓഫ് ദി തൈറോസ്റ്റർ എന്ന് പറയാറുണ്ട്. ഓഫ് സ്റ്റേറ്റ് ഓഫ് ദി തൈറോസ്റ്റർ. ഇനി ഈ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചെറിയ ലീക്കേജ് കറണ്ടിനെയാണ് നമ്മൾ പറയുന്നത് എന്ത് റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് മില്ലി ആംപിയറിലോ അല്ലെങ്കിൽ മൈക്രോ ആംപിയറിലോ ഒക്കെയാണ് കാണത്തുള്ളൂ. തൈറോസ്റ്റർ റേറ്റിംഗ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള തൈറോസ്റ്റർ നമ്മൾ അതിന്റെ കോസ്റ്റ് കൂടുതലുള്ള തൈറോസ്റ്റർ ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് ലീക്കേജ് കറണ്ട് കുറവായിരിക്കും. അപ്പൊ അത് അത്രയും ലീക്കേജ് കുറയ്ക്കാവുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യുക. ലീക്കേജ് കറണ്ടിന്റെ റേഞ്ച് മില്ലി ആംപിയറിലാണ് അല്ലെങ്കിൽ മൈക്രോ ആംപിയറിലാണ്. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. എ സ്മോൾ ലീക്കേജ് കറണ്ട് ഓഫ് ദി ഓർഡർ മില്ലി ആംപിയേഴ്സ് ഓർ ഫ്യൂ മൈക്രോ ആംപിയേഴ്സ് ഇസ് ഫ്ലോസ് ത്രൂ ദി ഡിവൈസ്. അതിപ്പോ ഫോർവേഡ് കണ്ടീഷനിലാണെങ്കിലും ഈ മില്ലി ആംപിയർ റേഞ്ചിൽ അല്ലെങ്കിൽ മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും നോർമലി ഇതിലൂടെ പോകുന്ന ലീക്കേജ് കറണ്ടിന്റെ ഫ്ലോ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ വരിക. ഓക്കെ. അപ്പൊ അതിന്റെ നമ്മൾ അതിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് പറഞ്ഞു. 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നത് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക. അതായത് അതിന്റെ ഫോർവേഡ് ബ്ലോക്കിംഗ് ഫോർവേഡ് കണ്ടക്ഷനും അതും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പം ഓൺ സ്റ്റേറ്റ് എന്ന് നോർമലി പറയുന്നത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡാണ്. ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ്. അതിന്റെ ഇടയിലുള്ള ഒരു മോഡുണ്ട്, അതിനെ നമ്മൾ ഓൺ എന്നോ ഓഫ് എന്നോ പറയാറില്ല. ഓക്കെ. ജസ്റ്റ് ആ ബ്ലോക്കിംഗ് മോഡ് തന്നെയായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്ത് IG 0 ആകുന്ന കണ്ടീഷനിലാണ് VBO വരെ അപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈസ് ഓൺ കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇനി ഗേറ്റിൽ നമ്മൾ അതിന് മുന്നേ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ IG-യുടെ വാല്യൂ 0 ആകാതിരിക്കുകയാണെങ്കിൽ ഈ M2 എന്ന് പറയുന്ന റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ആ പോർഷൻ അല്ലെങ്കിൽ VBO വരെ ആകുന്നതിന് മുമ്പ് ആ വോൾട്ടേജ് VBO ആകുന്നതിന് മുന്നേ തന്നെ ആ ജംഗ്ഷൻ J2 ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും ഈ പറയുന്നത് പോലെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് ഡിവൈസ് വരികയും ചെയ്യും. ഇപ്പൊ ഗേറ്റ് കറണ്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റിനകത്ത് IG1 IG2 IG3 തന്നിട്ട് കൂടുതൽ വാല്യൂ ഉള്ള IG ഏതാണോ അപ്പോഴാണ് ഫാസ്റ്റ് ആയിട്ട് അത് കണ്ടക്ഷൻ മോഡിലേക്ക് വരിക. ഓക്കെ. ഇതാണ് അതിന്റെ ക്യാരിയനെ റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മളെ ഹലോ ചോദിക്കൂ. ക്ലിയർ ആയില്ലല്ലോ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ഈ PN മെറ്റീരിയലില്ലേ, ഇതിന്റെ ഡോപ്പിംഗിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സെയിം ഡോപ്പിംഗ് ആണോ? ഡോപ്പിങ്ങിന് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഇപ്പം കൂടുതൽ ഡോപ്പിംഗ് ഉള്ളതിന് നമ്മൾ P+ എന്ന് പറയും, കുറച്ചുള്ളതിനെ നമ്മൾ P- എന്നാണ് പറയാ. അപ്പൊ ഇതിനകത്ത് ഡോപ്പിങ്ങിന് വേരിയേഷൻ ഉണ്ട്. P+ മറ്റേ മോസ്ഫെറ്റിനകത്തോ അല്ലെങ്കിൽ IGBT-ക്കകത്തോ പറയുന്ന പോലെ അത്രയൊരു വലിയൊരു വേരിയേഷൻ ഇതിനകത്ത് നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് വേരിയേഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നോർമലി കൊടുക്കുന്നത് അപ്പർ ലെയർ P+, അതുപോലെ തന്നെ ലോവർ കാഥോഡ് N+, ഇടയ്ക്കത്തെ രണ്ടും നോർമലി N ഉം P ഉം ആണ് കൊടുക്കുക. അപ്പൊ അത് നമ്മൾ കരിയർ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് P+, P- എന്ന് പറഞ്ഞിട്ട് റിലേറ്റ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡോപ്പിംഗ് ഡെൻസിറ്റി വെച്ചിട്ടാണ് സെമി കണ്ടക്ടർ ഡിവൈസസിനെ അല്ലെങ്കിൽ ജംഗ്ഷനെ ഇതുപോലെ ക്ലാസിഫൈ ചെയ്യുന്നത്. ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടർ ജംഗ്ഷൻസോ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ലെയേഴ്സോ എന്ന് എഴുതുക. ഈ പറയുന്ന വാല്യൂസ് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. Depending on the doping densities, P and N type semiconductors are classified into 3 types. P ആണെങ്കിലും N ആണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് 3 types ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? P+, P- P, അതുപോലെ തന്നെ N+, N- N. 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്.
അപ്പൊ അതിനകത്ത് നമ്മൾ എത്ര ഡോപ്പിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റീസ് എത്ര ആഡ് ചെയ്തിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസ് ചെയ്യുന്നത്. ഇനി നോർമലി നമ്മൾ ഇതിന് ഡോപ്പിംഗ് കൊടുക്കുന്ന ഒരു റേജിയൻ എന്ന് പറയുന്നത് ഒരു നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഒരു 10⁻16 അല്ലെങ്കിൽ 10⁻17 പെർ വോളിയത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അല്ല പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നോർമൽ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന ഡോപ്പിംഗ് എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയുടെ ഡെൻസിറ്റി 10⁻19 പെർ വോളിയം അല്ലെങ്കിൽ പെർ സെന്റിമീറ്റർ ക്യൂബ്. സെന്റിമീറ്റർ ക്യൂബിലാണ് പറയുന്നത്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 10⁻19 പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പി ലെയറിനെയാണ് P+ എന്ന് പറയുന്നത്. N+ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് N+ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 10⁻17 അങ്ങാണ്ടാണ്. അത് ചെറിയ വ്യത്യാസമുണ്ട്. എനിവേ 10⁻16 മുകളിൽ പോകുന്ന ആ റേഞ്ച് ഓർത്തിരുന്നാൽ മതി. P+ എന്ന് പറയുന്നത് 10⁻19 ആണ് വരിക. ഇനി മൈനസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് വരും? മൈനസ് വരുമ്പം അതിന്റെ വാല്യൂ വരുന്നത് 10⁻13 വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മൈനസ് ജംഗ്ഷൻ അല്ലെങ്കിൽ N- അല്ലെങ്കിൽ P- എന്ന് പറയും. ഓക്കെ, അപ്പം ഡോപ്പിംഗ് ഡെൻസിറ്റീസ് വെച്ചിട്ട് മൂന്നായിട്ട് ക്ലാസ് ചെയ്യാന്ന് എഴുതിയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ താഴെ ഒന്ന് എഴുതി നോട്ട് ചെയ്താൽ മതി. ഇഫ് ഡോപ്പിംഗ് ഡെൻസിറ്റി in both P and N layers is about 10⁻16 per centimeter cube, 10⁻16 per centimeter cube to 10⁻17 per centimeter cube. ഇത് ഹൈഫൺ എഴുതുക. നോർമൽ PN ജംഗ്ഷൻ, നോർമൽ PN ജംഗ്ഷൻ. ഓക്കെ, if doping densities are 10⁻19 per centimeter cube, 10⁻19 per centimeter cube, then P+ or N+ junction or N+ layer. നിങ്ങൾ ക്വസ്റ്റിനകത്ത് എങ്ങനെയാണോ ചോദിക്കുന്നത് അതങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. ഇഫ് ഡോപ്പിംഗ് ഡെൻസിറ്റീസ് are 10⁻13 per centimeter cube, 10⁻13 per centimeter cube. അപ്പൊ എന്തായിരിക്കും? P- or N-. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ആ പോയിന്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ തൈറസിന്റെ കേസിൽ ഈ ജംഗ്ഷൻ അല്ലെങ്കിൽ P+, N+ എന്ന് പറയുന്ന അറേഞ്ച്മെന്റിന് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. മോസ്ഫെറ്റും അതുപോലെ തന്നെ IGBT ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ സബ്സ്ട്രേറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ലെയർ എടുക്കുന്നതിന് ഈ പറയുന്ന കൂടുതൽ കരിയർ കോൺസെൻട്രേഷൻ ഉള്ളത്, കരിയർ കോൺസെൻട്രേഷൻ കുറഞ്ഞത് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ആ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ അതിന്റെ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. ആദ്യമേ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഇതിന്റെ CAD പറഞ്ഞു. CADയുടെ 3 അതായത് റിവേഴ്സ് ബ്ലോക്കിംഗ്, ഫോർവേഡ് ബ്ലോക്കിംഗ്, അതുപോലെ തന്നെ ഫോർവേഡ് കണ്ടക്ഷൻ. ഇനി ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ വരുമ്പം SCR എന്ത് കണ്ടീഷനിലാണ് ആക്ട് ചെയ്യുക? SCR ആക്ട് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ്. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ആ സർക്യൂട്ടിൽ ഐഡിയൽ കണ്ടീഷനിലാണെങ്കിൽ ആ സ്വിച്ച് യാതൊരുവിധ റെസിസ്റ്റൻസും ഓഫർ ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അങ്ങനെ പ്രോബ്ലംസ് ചെയ്യുമ്പം നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്വർക്ക് തിയറിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ സാധാരണ SCR ഒക്കെ വെച്ച് ഓൺ ആക്കുന്ന ഡിവൈസുകളൊക്കെ എന്താണ്? ഏതെങ്കിലും മോട്ടറുകളാണ്. പവർ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ എന്താണ്? മെഷീനെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പൊ പവർ ഇലക്ട്രോണിക് ഡിവൈസ് മെഷീനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൈവുകൾ അല്ലെ? ഡ്രൈവ്സ് എന്ന് പറയും. അപ്പൊ പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് വെച്ചിട്ട് നമ്മൾ മെഷീൻ കൺട്രോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ പോകുന്ന വിചാരിക്കുക. അപ്പൊ എല്ലാ മെഷീനും എന്തുണ്ട്? മെഷീനുള്ളത് വൈൻഡിങ് ഉണ്ട് അല്ലെ? അപ്പൊ മെഷീന്റെ വൈൻഡിങ്ങിലേക്ക് പോകുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്
ആ പവർ ഫ്ലോ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ മെഷീനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാ മെഷീനും ഉള്ള സാധനമാണ് വൈൻഡിങ്, അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസിനും ഇതുപോലെ തന്നെ വൈൻഡിങ് അങ്ങനെയുള്ള പാർട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മിനിമം ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് പറയാം, ഒരു RL സർക്യൂട്ട് ആണെന്ന് പറയാം. DC മെഷീൻ ആണെങ്കിൽ റെസിഡ്യൂവൽ മാഗ്നറ്റിസം കൊണ്ട് കുറച്ച് വോൾട്ടേജ് ഉണ്ട്, അപ്പോഴാണ് നമ്മൾ RLE ലോഡ് എന്നും പറഞ്ഞ് പഠിക്കുന്നത്. നോർമൽ AC മെഷീൻ ആണെങ്കിൽ എന്താണ്, എല്ലാ വൈൻഡിങ്ങും നമുക്ക് RL RL ലോഡ് എന്നും പറഞ്ഞ് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ഒരു പ്രാക്ടിക്കൽ കേസിലേക്ക്, ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ആക്ച്വലി അത് എന്താണ് കൺട്രോൾ ചെയ്യുന്നത്, ആ പവർ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു RL ലോഡിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പവർ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം, റെക്ടിഫയർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് എന്താണ്, റെസിസ്റ്റീവ് ലോഡ് ഉണ്ട്, R ലോഡ്, RL ലോഡ്, RLE ലോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ കേസ് കൂടുതൽ വരുന്ന ഈ RL ലോഡാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ RL ലോഡ് ആണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ RL ലോഡ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം എത്ര ടൈം കൊടുക്കണം ഈ ക്ലോക്ക് പൾസിന്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുക. അപ്പൊ നമുക്ക് RL ലോഡ് വരുമ്പം RL ലോഡിന്റെ കറണ്ടിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ട്രാൻസിയന്റ് വരുമ്പോൾ ഉള്ള ഒരു ഇക്വേഷൻ നെറ്റ്വർക്ക് തിയറിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അതിന്റെ ഡെറിവേഷൻ ഒന്നും എടുക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. നിങ്ങൾ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. RL സർക്യൂട്ടിനകത്ത് ട്രാൻസിയന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ സിലബസിനകത്ത് വേറെ സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ പോകുന്ന RL സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ ആണ് I(t) = V/R ഇൻറ്റു ഹോൾ ബ്രാക്കറ്റ് ആണ് കേട്ടോ, 1 - e⁻⁻R/L ഇൻറ്റു T. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? ഇല്ല. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ഇല്ല മിസ്, ഈ IoT എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണോ? ഈ ട്രാൻസിയന്റ് അല്ലേ? ഈ IoT-യിലെ ട്രാൻസിയന്റ് ആയിട്ടല്ലേ, സ്മോൾ ലെറ്റർ I അല്ലേ? അത് സ്മോൾ ലെറ്റർ I(t) എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ. ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ, നിങ്ങൾ കാണാത്തപ്പോ പറയണം കേട്ടോ. ഇതിങ്ങനെ എടുത്തു പോകുമ്പോൾ ചിലപ്പോൾ അത് ഔട്ടായി പോകുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ സ്ക്രീൻ വെച്ചിട്ടാ പറയുന്നത്, നിങ്ങളത് കാണുന്നുണ്ട് ഓർത്തോണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റത്തില്ലെങ്കിൽ മിസ്റ്റേ കാണത്തില്ല എന്ന് പറയാം കേട്ടോ. I(t) എന്ന് പറയുന്നത് ടൈമിന്റെ ഫംഗ്ഷൻ. I(t) ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്, കാരണം ഓരോ ടൈമിലും മാറിക്കൊണ്ടിരിക്കും. I(t) = V/R ഇൻറ്റു 1 - e⁻⁻R/L ഇൻറ്റു T. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ RL സർക്യൂട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് -R/L അല്ലെങ്കിൽ L/R എന്ന് പറയുന്നത് അതിന്റെ ടൈം കോൺസ്റ്റന്റ് ആണെന്നൊക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വേണ്ട. ഇക്വേഷൻ മാത്രമേ അറിയാതിരിക്കുക. നെറ്റ്വർക്ക് തിയറിയിൽ ഇത് RL സർക്യൂട്ട് ആണെങ്കിൽ L/R-ഉം, RC സർക്യൂട്ട് ആണെങ്കിൽ 1/RC ആണ് ടൈം കോൺസ്റ്റൻസ്. നിങ്ങളിപ്പം ഓൾറെഡി പഠിച്ചു കാണും അല്ലെ? അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. 68% 62% ആവുന്ന സമയം, 38% ആവുന്ന സമയം എന്നൊക്കെ ചോദിച്ചു. ട്രാൻസിയന്റ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. എനിവേ ഇക്വേഷൻ എഴുതിയല്ലോ അല്ലെ? I(t) = V/R ഇൻറ്റു 1 - e⁻⁻R/L ഇൻറ്റു T. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രോബ്ലംസ് ബേസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് 2014 അതുപോലെ തന്നെ 2016 ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഇത് ഇക്വേഷൻ ഒരു ബോക്സിൽ ഇടുക. ഇതാണ് SCR ഓൺ കണ്ടീഷനിലാണെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ. ഈ ഡെറിവേഷൻ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് ഡെറിവേഷന്റെ ആവശ്യമില്ല. നമ്മൾ ട്രാൻസിയന്റ് കണ്ടീഷൻ ആണ്, RL സർക്യൂട്ടിലെ ട്രാൻസിയന്റ് കണ്ടീഷൻ തന്നെയാണ് ഇവിടുത്തെ വോൾട്ടേജ് ഇക്വേഷൻ, കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. ആൻ SCR ഈസ് പുട്ട് ഇൻ എ സർക്യൂട്ട്. ആൻ SCR ഈസ് പുട്ട് ഇൻ എ സർക്യൂട്ട് to control the power flow in the circuit. And SCR is put in a circuit to control the power flow in the circuit. Next point, next sentence I read. The latching current of the device is 40 milliampere. The latching current of the device is 40 milliampere.
Latching current of the device is 40 milliampere. The circuit resistance of 50 ohm. Circuit resistance of 50 ohm. And inductance of 0.25 Henry. 0.25 Henry. And source voltage of 200 volt. Source voltage of 200 volt. Find the minimum. Next sentence ആണ്. Find the minimum width of gate pulse. Find the minimum width of gate pulse for turn on. Find the minimum width of gate pulse for turn on. Okay. Clear ആയോ? Question ഒന്നും കൂടെ വായിക്കാവേ. An SCR is put in a circuit to control the power flow in the circuit. The latching current of the device is 40 milliampere. Latching current കൂടെ തന്നിട്ടുണ്ട് നമുക്ക്. I is equal to 40 എന്ന് question തന്നിട്ടുണ്ട്. 40 milliampere and 40 milliampere and the circuit resistance is 50 ohm. Inductance is 0.25 Henry and the source voltage is 200 volt. Find the minimum width of gate pulse for assured turn on. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ ഈ സെക്ഷനിൽ നിന്ന് SCRന്റെ സെക്ഷനിൽ നിന്ന് ചോദിക്കാറുള്ള അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത് ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ ടൈപ്പ് അല്ലെങ്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ആയിട്ട് സാധാരണ ചോദിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. നമ്മൾ ഇത് ആക്ച്വലി എന്താണ് പവർ ഇലക്ട്രോണിക്സ് മാത്രം അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നെറ്റ്വർക്ക് തിയറി തന്നെ അറിയാവുന്നവർക്ക്. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വരുന്നവർക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യന്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം? നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് SCR വെച്ചിട്ട് ഒരു സർക്യൂട്ടിന്റെ പവർ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ടിന്റെ സോഴ്സിന്റെ വോൾട്ടേജ് പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് 200 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു SCR നമ്മൾ വെച്ചിട്ടുണ്ട്. SCR വെച്ചിട്ട് നമ്മൾ പവർ ഫ്ലോ കൺട്രോൾ ചെയ്യുവാണ്. ആ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 50 ഓമിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 50 ഓമിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്, 0.25 ഹെൻറിയുടെ ഇൻഡക്ടർ ഉണ്ട്. ഇതാണ് കണ്ടീഷൻ അല്ലേ. ഇതാണ് ക്വസ്റ്റിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷനകത്ത് നമ്മൾ ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഇതിനകത്ത് ഓൺ കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സർക്യൂട്ട് വെച്ചിട്ട് SCR വെച്ചിട്ട് ഓൺ ആക്കി. SCR വെച്ചിട്ട് ഓൺ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, SCR ഇവിടെ നമുക്ക് ഒരു ക്ലോസ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇവിടെ SCR ഉണ്ടെന്ന് ഓർത്തോണ്ടും ഇല്ലെന്ന് ഓർത്തോണ്ടും ഡിവൈസിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ഇത് വെറുതെ ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും ഉള്ള സർക്യൂട്ട് ആയിട്ട് മാറി. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ടിന്റെ വാല്യൂ വന്നിരിക്കുന്നത് എത്രയാണ്? 40 milliampere. ഇവിടെ തന്നെ വരയ്ക്കുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. മോളിൽ കറണ്ട് റെപ്രസെന്റ് ചെയ്യുന്നവർക്കും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ 40 milliampere ആണ് കറണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പൊ ഈ 40 milliampere കറണ്ട് ഈ ഡിവൈസിലൂടെ പോണെങ്കിൽ നമ്മൾ SCRലേക്ക് കൊടുക്കുന്ന ട്രിഗറിംഗ് പൾസ്, ഗേറ്റ് പൾസിന്റെ വിഡ്ത്ത് എത്രയായിരിക്കണം, എത്ര സെക്കൻഡ്സ് ആയിരിക്കണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇത്? ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. I of t is equal to V/R into 1 minus e raised to minus R/L into t. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് I of t അറിയാം. I of t ആണ് 40 milliampere എന്ന് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 200 വോൾട്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, R ഉം L ഉം ഒക്കെ തന്നിട്ടുണ്ട്. എന്ത് മാത്രമേ നമുക്ക് അറിയാൻ പാടാത്തുള്ളൂ? T മാത്രമേ അറിയാൻ പാടാത്തുള്ളൂ. അപ്പൊ T ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹലോ, T കണ്ടുപിടിക്കത്തില്ലേ? കയ്യില്ലേ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം ഹലോ, മിസ്സേ, കേൾക്കാം. ഓക്കെ ഓക്കെ, ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 40 × 10⁻³ അല്ലെ? കറണ്ടിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 40 × 10⁻³ ഈക്വൽ ടു 200/50. വോൾട്ടേജ് 200 ആണ്, റെസിസ്റ്റൻസ് 50 ആണ്. 200/50 × 1 - e⁻50/0.25t എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടി? 40 × 10⁻³ എന്ന് പറയുന്നത് 200/50യുടെ വാല്യൂ എത്രയാണ്? 4 എന്ന് കിട്ടും അല്ലെ? 200/50ക്ക് പകരം നമുക്ക് 4 എന്ന് എഴുതാം. അപ്പൊ ഇത് നമുക്ക് മാറ്റിയിട്ട് എന്തെന്ന് എഴുതാൻ പറ്റും? 4 എന്ന് എഴുതാൻ പറ്റും. 200/50 ചെയ്യുമ്പോൾ 4 × e⁻ ഈ വാല്യൂ കിട്ടും അല്ലെ? ഇനി -50/0.25tക്കോ അതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അതിന് പകരം നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. -200t എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 40 × 10⁻³ = 4 × 1 - e⁻200t എന്ന് കിട്ടി. ഇപ്പൊ എക്സ്പോണൻഷ്യൽ ടേമിലാണ് ടി ഉള്ളത്. അപ്പൊ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക്? എക്സ്പോണൻഷ്യൽ ടേമിലെ ടി മാറ്റണമെന്നുണ്ടെങ്കിൽ ln നാച്ചുറൽ ലോഗരിതം എടുക്കുക, ln എടുക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റുന്നത് എന്താണ്? എഴുതാൻ പറ്റുന്നത് 4ന്റെ വാല്യൂസ് നാച്ചുറൽ ലോഗരിതം എടുത്തിട്ട് ഇതിന്റെ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? ഇപ്പൊ 4 എല്ലായിടത്തും ഉണ്ട്. 40 × 10⁻³ 4 കോമൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് 10 × 10⁻³ എന്ന് എഴുതാം ഈ ഇക്വേഷനെ അല്ലെ? അപ്പൊ അതിനെ അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് this is equal to 10 × 10⁻³ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 10⁻² എന്ന് എഴുതാം. അപ്പം 1 × e⁻200t എന്ന് പറയുന്നത് 10⁻² എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ എന്താണ് e⁻200t അപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന് ഇപ്പുറേക്ക് കൊണ്ടുവരാം അല്ലെ? അങ്ങനെ കൊണ്ടുവന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നത് e⁻100t is equal to 10⁻² - 1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കിട്ടുന്നേ നിങ്ങൾ ചെയ്യുന്നില്ലേ? ഹലോ, ഞാൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുവാണോ? അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? 0.99 കിട്ടിയോ? കിട്ടുന്നുണ്ടോ? ഹലോ, ഓക്കെ. നിങ്ങളോട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനപ്പം ചെയ്തത് ഇനിയിപ്പോ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം e⁻200t എന്ന് പറയുന്നത് 0.99 കിട്ടി. അപ്പൊ നമുക്ക് 200 -200t എങ്ങനെ എഴുതാൻ പറ്റും? -200t is equal to ഇങ്ങനെ എഴുതാം, ln of നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണ്. അപ്പം എക്സ്പോണൻഷ്യൽ പോകുന്നതാണ്. ln of 0.99 എന്ന് എഴുതാൻ പറ്റും. 0.99 കണ്ടുപിടിച്ച അതിന്റെ വാല്യൂ എത്രയാണ്? കാൽക്കുലേറ്റർ കാണുമല്ലോ അല്ലേ നിങ്ങളുടെ കയ്യില്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു ln of നാച്ചുറൽ ലോഗരിതം ഓഫ് 0.99 ഡിവൈഡഡ് ബൈ എന്താണ്? -200. ഹലോ, എത്ര കിട്ടി ആൻസർ? അഫ്സലിന് കിട്ടിയോ? ആൻസർ കിട്ടിയോ അഫ്സലെ? അഫ്സൽ, ഹലോ, ഇല്ല സർ. ചെയ്തു നോക്കിക്കേ. ഇത്ര ഇക്വേഷൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ആരെങ്കിലും ചെയ്തോ? മനു ചെയ്തോ? മനു കൃഷ്ണ. മനുകൃഷ്ണ ചെയ്തോ? 50 മൈക്രോസെക്കൻഡ് ആണോ ടീച്ചേ? 50 മൈക്രോസെക്കൻഡ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ആർക്കാ കിട്ടിയത് 50? ആരാ ആൻസർ പറഞ്ഞേ? എനിക്കാ കിട്ടിയ. എന്റെ പേര് ഷിജു എന്നാ. ഓക്കെ ഷിജു. ഓക്കെ, 50 മൈക്രോസെക്കൻഡ് ആണ് ആൻസർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ആണ് കേട്ടോ. 50 മൈക്രോസെക്കൻഡ്. മിസ്, ഈ ലോഗ് 0.99 ഒക്കെ PSC പോയിരുന്ന് എങ്ങനെയാ ചെയ്യാ മിസ്? ഈ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ.
കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ PSCക്ക് നമുക്ക് എന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇത് ക്യാൻസൽ ആയി പോകുന്നുമില്ല. അപ്പൊ അവര് പറയുന്ന ഈ LN.99 ഒരു ഏകദേശം റേഞ്ച് അറിയാവുന്നവർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. നമുക്കിപ്പം കോസ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ഒക്കെ ചോദിക്കുമല്ലോ. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എല്ലാം നമ്മൾ എങ്ങനെ അറിഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് തന്നെ പവർ ഇലക്ട്രോണിക്സിന് ഇനി നമുക്ക് ചെയ്യാനുണ്ട്. അതായത് കോസ് ആൽഫ നമുക്ക് റെക്ടിഫയർ സർക്യൂട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. പറയാൻ കേട്ടോ, വേഗം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 2Vm/π കോസ് ആൽഫ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് ഏത് ആംഗിൾ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം? 0.5 അടുത്താണെങ്കിൽ 30 ഡിഗ്രി, അങ്ങനെയാണ് അവർ കണ്ടുപിടിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ 0.866ന്റെ അടുത്താണെങ്കിൽ 60 ഡിഗ്രിക്ക് അടുത്തുള്ള ഓപ്ഷൻ എടുക്കുക. അതാണ് അവരുടെ സ്റ്റൈല്. അപ്പൊ നമ്മളത് ഈ LN ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഏകദേശം ഈ റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതാണെന്ന് ചെയ്യേണ്ടി വരും. നിങ്ങളോട് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇതേപോലെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? 0.99 കിട്ടിയോ? ആരെങ്കിലും കിട്ടാത്തവരുണ്ടോ? പവറിൽ തന്നെ ഇട്ട് ചെയ്താൽ കിട്ടില്ലേ? LN എടുക്കാണ്ട് 10ന്റെ 0.99 ആക്കാതെ 10ന്റെ പവറിൽ ഇട്ട് തന്നെ ചെയ്യാൻ പറ്റത്തില്ലേ? 10ന്റെ പവറിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ എന്താ പ്രയോജനം കിട്ടുക? അപ്പൊ നമുക്ക് വാല്യൂസ് ലോഗിന്റെ വാല്യൂസ് എടുക്കാനായിട്ട് എത്രയും കൺഫ്യൂഷൻ. ഈ 0.99 ആക്കാതെ ഇട്ട് കഴിഞ്ഞാല് ഹലോ 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 മിസ്. ഹലോ. അല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ എക്സ്പോണൻഷ്യൽ എടുക്കാതെ ചെയ്യാന്നാ? അല്ല, എക്സ്പോണൻഷ്യൽ എടുത്തിട്ട് തന്നെയാണ്. ഈ ലോഗ് നമ്മള് 1 - 1/100 ചെയ്തല്ലേ ചെയ്തത്? അതെ അതെ അതെ. അത് അങ്ങനെ എടുക്കാതെ ചെയ്യണമെങ്കിൽ അല്ലാതെ ചെയ്യാം. 10⁻0 - 10⁻2 ഇട്ട് കഴിഞ്ഞാൽ 10ന്റെ പവറിൽ തന്നെ കിടക്കില്ലേ? കിടക്കും. അപ്പൊ ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ LN ഇത്രയും നാച്ചുറൽ ലോഗരിതം എടുക്കാതെ ചെയ്യാനാണ്. ഈ 0.99 എടുക്കാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. ഓക്കെ. ഇതേ മോഡൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. An SCR controlled load circuit has an inductance of 100 millihenry and a resistance of